പ്രൊഫസർ എം എൻ കാരശ്ശേരി. പക്ഷേ അതൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് ഒരു നയമില്ലാത്ത പാർട്ടിയായി മാറുന്നുണ്ടോ? ഉദാഹരണത്തിന് ആ, നമ്മളൊരു കേരള കോണ്ടെക്സ്റ്റിൽ ഇതിനെ വിലയിരുത്തിയിട്ട് കാര്യമില്ല. രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള അർത്ഥത്തിൽ രാമൻ എന്ന് പറയുന്നത് മഹാഭൂരിപക്ഷം ഇന്ത്യക്കാരുടെയും ദൈവ സങ്കല്പമാണ്. അങ്ങനെ ഒരു ക്ഷേത്ര ചടങ്ങിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ച കോൺഗ്രസ് ഇപ്പോൾ ഓരോ കൂട്ടമായി പോകുമ്പോൾ അതെന്ത് സന്ദേശമാണ് നൽകുന്നത് പൊളിറ്റിക്കലി? നികേഷ്, കോൺഗ്രസ്സിന് നയമില്ല എന്നുള്ള ഒരു ലളിതമായ കാര്യമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. കാരണം കോൺഗ്രസിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും പാരമ്പര്യമാണ്. അപ്പോൾ ഗവൺമെൻറ്റുകളുടെ ഒരു ആധിയായിട്ട് മതവിശ്വാസം, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രവൃത്തിയായിട്ട് മതവിശ്വാസം കൊണ്ടു നടക്കുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസ്സിനില്ല. കാരണം ഇവിടുത്തെ മതാചാരങ്ങളെ ഗാന്ധിയോ നെഹ്റുവോ വിമർശിച്ചതൊക്കെ പൗരാവകാശങ്ങൾക്കെതിരായിട്ട്, ജനാധിപത്യത്തിനെതിരായിട്ട്, വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് ഇത് വന്നപ്പോഴാണ്. അതുകൊണ്ട് ആചാര ലംഘനമാണ് നവോത്ഥാനം എന്ന് അവർ വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് പിന്നീട് നമുക്കറിയുന്ന, എല്ലാവർക്കും അറിയുന്ന കാര്യം ഞാൻ ഓർമ്മയാക്കുന്നേ ഉള്ളൂ, രാമജന്മഭൂമി ക്ഷേത്രത്തിലാണ്, ക്ഷേത്രം പൊളിച്ചിട്ട് അതിൻ്റെ തറയിലാണ് ബാബരി പള്ളി പണിതത് എന്നുള്ള അവകാശവാദം ഉയരുന്നത് 49-ലാണല്ലോ. അവിടെ അതിനകത്ത് വ്യാജമായി പ്രതിഷ്ഠകൾ കൊണ്ടുവച്ചു എന്നൊക്കെ കോടതി പോലും പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ വിവാദത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പറഞ്ഞോളൂ പ്രൊഫസർ കാരശ്ശേരി. കെട്ടിടം മുസ്ലിമിൻ്റെയോ ഹിന്ദുവിൻ്റെയോ അല്ല, അത് ഇവിടുത്തെ പുരാവസ്തു വകുപ്പിൻ്റെ സമ്പത്താണ്, അവിടേക്ക് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ആരും പോണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹം 49 അടച്ചിട്ടു. ആ അടച്ചിട്ട പള്ളിയാണ് 1986 അദ്ദേഹത്തിൻ്റെ മകളുടെ മകൻ രാജീവ് ഗാന്ധി ശിലാന്യാസിന് തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ ഇതോടുകൂടിയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 1991 PV നരസിംഹറാവു, കോൺഗ്രസ്സുകാരനായ ആന്ധ്രാപ്രദേശിലെ നേതാവ്, പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ 1991 പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്നൊരു സാധനം വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ എന്താണ് പറഞ്ഞത്? 1947 ആഗസ്റ്റ് 15 മുമ്പ് ഏതൊക്കെ ക്ഷേത്രങ്ങളും ആരാധനാ സ്ഥലങ്ങളും ഏതൊക്കെ ആയിട്ട് നിലനിന്നോ അത് അങ്ങനെ തന്നെ നിലനിർത്തണം, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം. അത് മാറ്റാനോ മറിക്കാനോ അവകാശവാദം ഉന്നയിക്കാനോ ആർക്കും പാടില്ല എന്നൊരു നിയമം ഇപ്പോഴും ഇവിടെ നിലവിലുണ്ട്. ആ നിയമം നിലനിൽക്കെയാണ് 1992 ഡിസംബർ 6 ബാബരി പള്ളി പൊളിക്കുന്നത്. അപ്പോൾ ആ പൊളിച്ച പള്ളിയുടെ തറയിലാണ് ഈ രാമക്ഷേത്രം നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ പാരമ്പര്യത്തിനും ഇവിടെ നിലവിലുള്ള നിയമത്തിനെതിരായിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ രാഷ്ട്രീയത്തിന് വേണ്ടി, BJPയുടെ വോട്ടിന് വേണ്ടി ചെയ്തതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കോൺഗ്രസ്സിന് അതിലുള്ള നിലപാട് എപ്പോഴും അവർ മാറി മാറി കളിച്ചു. ഇപ്പോൾ 1985 ഏപ്രിൽ 23 ഷാബാനു കേസിൻ്റെ വിധി വന്നു. ഷാബാനു കേസിൻ്റെ വിധിയിൽ അന്ന് സുപ്രീം കോടതി പറഞ്ഞത്, മുൻ ഭാര്യയെ ഭാര്യയ്ക്ക് മരണം വരെയോ പുനർവിവാഹം വരെയോ ചെലവിന് കൊടുക്കണം എന്നുള്ള 125 CRPC 125 അനുസരിച്ചുള്ള വിധിയിൽ നിന്ന് മുസ്ലിം ഭർത്താവിനെ ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എല്ലാവർക്കും തുല്യമാണെന്നാണ്. ആ വളരെ ന്യായമായ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ വേണ്ടിയാണ് രാജീവ് ഗാന്ധി 1986 മുസ്ലിം വനിതാ നിയമം കൊണ്ടുവരുന്നത്. അതിൽ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മുസ്ലിം ഭർത്താവിനെ ഒഴിവാക്കി. അത് രാജ്യത്ത് വലിയ പ്രശ്നമായിരുന്നു. മുസ്ലിം മതമൗലികവാദികൾക്ക് കീഴടങ്ങി രാജീവ് ഗാന്ധി എന്ന് വളരെ വ്യക്തമായിരുന്നു. അത് തണുപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് എൻ്റെ ധാരണ, പലരുടെയും ധാരണ, അദ്ദേഹം 1986 ശിലാന്യാസത്തിന് ഈ ബാബരി പള്ളി തുറന്നു കൊടുത്ത്. അപ്പോൾ തുടക്കം തൊട്ട് അതിൽ മുഴുവനുള്ളത് ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധമായ പണികളാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ദൈവം ആരാണ്, അവതാരം ആരാണ്, ആരാധനാലയം എന്താ നോക്കലല്ല, ആ സ്വാതന്ത്ര്യം നിലനിർത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവിടെ എത്രയോ ജനകീയ പ്രശ്നങ്ങളുണ്ട്. ആളുകളുടെ പട്ടിണിയുണ്ട്, നിരക്ഷരതയുണ്ട്, ചികിത്സ കിട്ടാത്ത അവസ്ഥയുണ്ട്, പ്രകൃതി ദുരന്തങ്ങളുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങൾ.
മഹാഭൂരിപക്ഷം ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന ഒരു രാജ്യത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന എന്താണ്? ഇത് രാമൻ അല്ല, അത് തന്നെയാണ് യഥാർത്ഥത്തില് ഇങ്ങനെ ഒരു ഇത് വിഷയം എവിടെയാണ് തെരഞ്ഞെടുപ്പിന് അമ്പലം മുമ്പ് പണിയുന്നത്? ഇപ്പോൾ എവിടെയാണ്? രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നു. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത് നരേന്ദ്രമോദി തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചു തന്നെയാണ് എന്ന കാര്യത്തിൽ നമുക്ക് നല്ല വ്യക്തതയുണ്ട്. അതുകൊണ്ടാണല്ലോ 22-ാം തീയതിയത്തെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് അടക്കമുള്ള മതേതര കക്ഷികൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. നോക്കൂ പ്രൊഫസർ എം എൻ കാരശ്ശേരി, അങ്ങനെ ഈ വിഷയം രാഷ്ട്രീയമായി BJP ഉപയോഗിക്കുമ്പോൾ അതിന് കോൺഗ്രസ് അടക്കമുള്ള മതേതര കക്ഷികൾക്കൊരു ബദൽ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതിനകം ഒരു ബദൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് BJP എങ്ങനെയാണോ മുതലെടുക്കാൻ പോകുന്നത്, ആ മുതലെടുപ്പ് പരമാവധി അല്ലെങ്കിൽ ഡാമേജ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ UPCCയുടെ അജയ് റായി അടക്കമുള്ളവർ സരയൂ നദിയിൽ മുങ്ങി ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഹിമാചൽ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ PCCകൾ കൂടി അവിടെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് വെറും 3 പേരുകൾ മാത്രമാണ്, 3 സംസ്ഥാനങ്ങളുടെ പേരുകൾ മാത്രമാണെങ്കിൽ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളുടെയും PCCകൾ പോകൂ എന്ന് വേണമല്ലോ ഈ PCCകളുടെ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയ്ക്കായി UPയിലെത്തുമ്പോൾ, ഭാരത് ജോഡോ യാത്രയിലാണ് ഏറ്റവും കൂടുതൽ ദിവസം ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ചെലവഴിക്കുന്നത്. രാഹുൽ ഗാന്ധിയും ഈ രാമക്ഷേത്രം സന്ദർശിക്കണമെന്ന ആവശ്യം PCC ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഡാമേജ് പരമാവധി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിന് മുന്നിൽ മറ്റെന്ത് പോംവഴിയാണ് ഉള്ളത് പ്രൊഫസർ കാരശ്ശേരി? ഇല്ല നികേഷ്, നമ്മൾ രാഷ്ട്രീയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ളതാണോ നിലപാട് എന്നുള്ളതാണോ പ്രധാനം? ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. 47 സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ഗുജറാത്തിൽ അനവധി വട്ടം പല മതക്കാരായ അക്രമികളാൽ, രാജാക്കന്മാരാൽ, സൈനികരാൽ ആക്രമിക്കപ്പെട്ട സോമനാഥ ക്ഷേത്രം പുതുക്കി പണിയണം എന്ന് പറഞ്ഞു. ആരാ പറയുന്നത്? ഗുജറാത്തുകാരനായ വല്ലഭായ് പട്ടേലാണ് പറയുന്നത്. അപ്പോൾ അതേ ഉപപ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രി നെഹ്റു ആണ് പറയുന്നത് അതൊന്നും ഗവൺമെൻറ്റിൻ്റെ പണിയല്ല. അപ്പം അന്ന് ഗാന്ധി ജീവിച്ചിരിപ്പുണ്ട്. ഗാന്ധി പറഞ്ഞു അത് പുതുക്കി പണിയണം, പക്ഷേ അത് ഭക്തന്മാരുടെ പണം കൊണ്ടേ പാടുള്ളൂ, സർക്കാരിൻ്റെ പണം കൊണ്ട് പാടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് വല്ലഭായ് പട്ടേൽ രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിക്കുന്നു. അതേ രാഷ്ട്രപതിയാണ്. അപ്പോൾ നെഹ്റു പറയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരു മതചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല, രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് പോവാം, ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് പോകാൻ പാടില്ല. ഇതായിരുന്നു നമ്മുടെ. പക്ഷേ രാജേന്ദ്ര പ്രസാദ് പോയി കേട്ടോ. ഞാൻ പറയുന്നത് നെഹ്റു എപ്പോഴും ഈ തരത്തിലാണ് ആ ജനാധിപത്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെ മതേതര ബോധത്തിൻ്റെയും അടിത്തറ പണിതത്. ഇപ്പോൾ കേരളത്തിൽ ഓർമ്മിക്കാവുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത്, വിമോചന സമരം കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് വോട്ട് ചെയ്യണം എന്നൊരു പ്രസ്താവന പുറപ്പെടുവിച്ചു. അപ്പോൾ നെഹ്റു അതിൻ്റെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് വോട്ട് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനും, പക്ഷേ ക്രിസ്ത്യൻ പുരോഹിതന്മാരത് പറയാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. കോലി സഖ്യത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് പ്രസ്താവന പുറപ്പെടുവിച്ച ക്രിസ്ത്യൻ പുരോഹിതന്മാരെ നിഷേധിക്കാൻ നെഹ്റു ചെയ്തത്. നെഹ്റുവിൻ്റെ നിലപാട് അതായിട്ട്. കാരണം രാഷ്ട്രീയത്തിലേക്ക് മതം കടന്നു വരുന്നത് ഈ അളവിൽ അനുവദിക്കാൻ പറ്റില്ല എന്നാണ് നെഹ്റു അന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഇപ്പോൾ BJPയോട് എങ്ങനെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്? അവരുടെ ഹിന്ദുത്വ സമീപനത്തിൻ്റെ പേരിൽ തന്നെയാണോ മത്സരിക്കുന്നത്? ഇപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യം, ഇതിൻ്റെ തറക്കല്ലിടലിന് തന്നെ ക്ഷണിച്ചില്ല എന്നൊരു പരിഭവം പറഞ്ഞിരുന്നു പ്രിയങ്ക ഗാന്ധി. ആലോചിച്ച് നോക്കൂ എന്താണ് അതിനർത്ഥം. അപ്പോൾ രാഹുൽ ഗാന്ധി പോയാൽ എനിക്കൊരു അത്ഭുതം ഉണ്ടാവില്ല. അപ്പോൾ കേരളത്തിലൊരു നിലപാടും UPയിൽ വേറെ നിലപാടും എന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം കാണിക്കുന്ന ഒന്നാണ് ഇപ്പോഴത്തെ ഈ സന്ദർശനം എന്ന് പറയുന്നത്. നമുക്കൊരു നിലപാട് വേണ്ടി വിശ്വാസം ഉണ്ടാവും. ഇപ്പോൾ ഇവരൊക്കെ വിശ്വാസികളാണ്. ഇപ്പോൾ നെഹ്റു വിശ്വാസിയല്ല, വല്ലഭായ് പട്ടേലോ അല്ലെങ്കിൽ അബുൽ കലാം ആസാദോ അവരൊക്കെ വിശ്വാസികളാണെന്നേ. ആ വിശ്വാസികളായിരിക്കെ തന്നെ നമുക്ക് ഭരണത്തിലോ രാഷ്ട്രീയത്തിലോ മതം കൂട്ടിക്കൊടുക്കാതെ നോക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ദേശീയ പ്രസ്ഥാന കാലത്ത്, പ്രത്യേകിച്ച് 40കൾ കഴിഞ്ഞപ്പോൾ. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 സമുദായം എന്നതിലധികം 2 രാഷ്ട്രമാണ് എന്നുള്ള ജിന്നയുടെ പ്രമേയം വന്ന ആ കാലം തൊട്ട് വളരെ ശക്തമായി ഈ തരത്തിൽ രാഷ്ട്രീയത്തിലേക്ക് മതം കൊണ്ടുവരാൻ പാടില്ല, മതത്തിലേക്ക് രാഷ്ട്രീയം കൊണ്ടുപോകാൻ പാടില്ല എന്നൊരു നിലപാടായിരുന്നു പ്രധാനമായിട്ടും ജവഹർലാൽ നെഹ്റു. അപ്പോൾ അദ്ദേഹം 17 കൊല്ലം തുടർച്ചയായി പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പലതും അനുഭവിക്കുന്നതാണ് എൻ്റെ വിചാരം.
അപ്പോൾ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പണികൾ അമ്പലം ഉണ്ടാക്കലോ അവിടെ പ്രതിഷ്ഠ നടത്തലോ അവിടെ പൂജയ്ക്ക് പോകലോ അതിനെപ്പറ്റി സംസാരിക്കലോ ഒന്നുമല്ല. ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടോ? തീർച്ചയായും പ്രൊഫസർ അമ്മൻ കാരശ്ശേരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നോക്കൂ, ഇടതുപക്ഷമാണ്, അതായത് CPM ആണ് യഥാർത്ഥത്തിൽ ആദ്യം സ്വാതന്ത്ര്യമുണ്ട്, അത് അവർ ചെയ്യട്ടെ. Yes, അവർക്ക് വ്യക്തമാണ് സർ. സ്വാതന്ത്ര്യം കൊടുക്കുക, അവർക്ക് അതിന്റെ പേരിൽ ഒരു തരത്തിലുള്ള വിവേചനവും വരാതെ നോക്കുക എന്നുള്ള ഒരു പണിയാണ് ഒരു സെക്കുലർ ഗവൺമെന്റിന്റെ പണി എന്ന് പറയുന്നത്. Debate with MV Nikesh Kumar.